ഇത് കണ്ടോ, ഇന്നിപ്പോൾ ഞങ്ങളൊരു വീട്ടിലിങ്ങനെ റിപ്പയറിങ്ങിന് വന്നതാണ്. അപ്പോഴാണ് ഇവിടെ ഇത് കണ്ടോ, ഇതാ ഇവിടെ ഗ്യാസ് ലീക്കായിട്ട് ഇവിടെ ഇങ്ങനെ കത്തി പിടിക്കുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ത്രെഡ് ഉണ്ടല്ലോ, ഈ സാധനത്തിനാണ് കംപ്ലൈൻറ്റ്സ് ഉണ്ടായിരുന്നത്. ഇതാ ഇതിൻ്റെ വാൽവ് നോസിൽ കംപ്ലൈൻ്റ് ആയി. അപ്പോൾ അത് ഊരി പോകുന്ന ഇവിടെ തീ പിടിച്ചു, ട്യൂബിലേക്ക് തീ പിടിച്ചു, അതൊക്കെയാണ് ഉണ്ടായത്. ചിലപ്പോൾ ഈ വാൾവ് കംപ്ലൈൻറ്റ് ഉണ്ടോ, ഈ നോസിൽ വാഷർ കംപ്ലൈൻറ്റ് വരും, അതല്ലെങ്കിൽ ഇതേപോലുള്ള കംപ്ലൈൻറ്റുകൾ വരും. ഇത് ഈ സ്റ്റൗ ക്ലീനിങ്ങിന് എടുക്കുന്ന സമയത്തൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. റീഫിറ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഈ സോപ്പും പൊടി ഒന്ന് ആക്കി നോക്കിയാൽ ലീക്ക് ഉണ്ടെന്ന് അറിയാൻ പറ്റുമല്ലോ. ഗ്യാസ് ലീക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു ബക്കറ്റ് വെള്ളം കോരി ഒഴിച്ചാലും മതി, അപ്പം കട്ടയാവും.